ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ ബേബീസിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പിനും താഴെ ഓട്സ് എടുത്തിട്ടുണ്ട്. അതാദ്യം ജസ്റ്റ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. റോൾഡ് ഓട്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആട്ടാ. ഏറ്റവും ബെസ്റ്റ് റോൾഡ് ഓട്സ്, സ്റ്റിൽ കട്ട് ഓട്സ് ഒക്കെയാണ് ഏറ്റവും നല്ലത് ബേബീസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോറേജാണ് കേട്ടോ. അതായത് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഞാനിതാ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തെടുക്കുക. പിന്നെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ കുറുക്കാക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് ഓട്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടും നമുക്കിതുപോലെ കുറുക്കുണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ റാഗി പൗഡറൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കില്ല, അതുപോലെ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഓട്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് കുക്കാവും എങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം എപ്പോഴും നല്ലപോലെ കുക്കായതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതായത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് നല്ല കുറുക്കാക്കി എടുക്കാം. നിങ്ങൾക്ക് പല കോമ്പിനേഷൻ ട്രൈ ചെയ്യാം. ഓട്സ് പൊടിയും അങ്ങനെ റാഗി പൗഡർ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇതുപോലെ നല്ല പഴുത്ത റോബസ്റ്റ് പഴം എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫുൾ ഭാഗം എടുക്കണമെങ്കിൽ എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കഷ്ണമൊക്കെ ധാരാളമാണ്. പിന്നെ എക്സ്ട്രാ സ്വീറ്റ്നെസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല, എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ബേബീസിന് ഒരിക്കലും ഷുഗർ കൊടുക്കരുത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പനം കൽക്കണ്ടം അല്ലെങ്കിൽ പനം ചക്കര അതൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതി. അതിൽ അത്യാവശ്യം തന്നെ മധുരം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഈ ഒരു ചെറിയ പോർഷൻ മധുരം ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബാലൻസ് വരുന്നതും കൂടെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പോറേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഓട്സ് ഇല്ലേ, അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ബനാന നമ്മൾ റോബസ്റ്റ് അല്ലേ, അപ്പോൾ അതാകുമ്പോൾ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇനി നേന്ത്രപ്പഴമാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് അതിനോട് കൂടെ തന്നെ നല്ല പഴുത്തത് എടുക്കണം. അതിനോട് കൂടെ തന്നെ നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുത്താലും മതി. ഇത് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്വീറ്റ്നെസ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെങ്കിൽ പനം കൽക്കണ്ടോ ഡേറ്റ്സോ ഒക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നട്ട്സ് പൗഡറൊക്കെ കൊടുക്കാൻ തുടങ്ങിയ പ്രായമാണെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് പൗഡറും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഇത് നല്ല റിച്ച് വയർ ഫില്ലാവുന്ന രീതിയിലുള്ളൊരു പോറേജാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കൊടുക്കാം. കാരണം ഡിന്നറിന് ഓട്സ് അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കാമെന്നാണ് ദഹിക്കാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത് നമുക്കിനി ബേബീസിന് കൊടുക്കട്ടെ. ഒരു ഇളം ചൂടുണ്ടാവുമല്ലോ, ഒരു ഇളം ചൂടോട് കൊടുക്കാം. ഒരുപാട് തണുത്തതിന് ശേഷം കൊടുക്കരുതിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.